Hello, Namaste. Welcome back to WinTrader. ഇന്നത്തെ ലൈവ് മാർക്കറ്റിലും കാണിക്കാൻ പോകുന്നത് സ്റ്റോക്കിനെ കൂടെ സ്റ്റോക്ക് ട്രേഡിങ്ങിനും അതുപോലെ ഞാൻ ബാങ്ക് നിഫ്റ്റിയും ഓപ്ഷൻസും കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയർ ആക്ച്വലി സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ട്രേഡിങ്ങിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ഇതിനകത്ത് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും വരും. അതായത് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് കമ്മോഡിറ്റീസ് ഉണ്ട്, ഇക്വിറ്റീസ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, കറൻസി, ഇന്ത്യൻ ഫോറിൻ കറൻസീസ്, അഗ്രി, കോമെക്സ്, ഫോറക്സ് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റും നമുക്ക് ഒരു സോഫ്റ്റ്വെയർ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വെച്ചാൽ സോഫ്റ്റ്വെയർ നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും, ബൈ സെൽ സിഗ്നൽസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എല്ലാം കാണിച്ചു തരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സിഗ്നൽസ് സോഫ്റ്റ്വെയർ കാണിച്ചു വരുമ്പോൾ അത് കൺഫേം ആണോ എന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത്. അത് കൺഫേം ആണെങ്കിൽ അതിനകത്ത് നമുക്കൊരു 80 to 90% അക്യുറസി എന്തായാലും കിട്ടും. അപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് 28 ഒക്ടോബറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് നോക്കി ഞാൻ ഓപ്പൺ ചെയ്യുന്ന ചാർട്ട് മൈൻഡ് ആണ്. ഇൻട്രാഡേ വൈസ് ഞാൻ 5 minute ടൈം ഫ്രെയിമിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ദിവസം ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഇവിടുന്നാണ്. ഇത് ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഡേ ബ്രേക്ക് ലൈൻ. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് സെൽ സിഗ്നൽ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഈ സെല്ല് വന്ന് നമുക്ക് നോക്കിയാൽ 3335.80 3335.80 9.55 നമുക്ക് സെല്ല് വന്ന ശേഷം ഇപ്പോൾ മാർക്കറ്റിൽ 13 ടാർഗറ്റ് അടിച്ച് 17 പോയിന്റ് ഡൗണിലാണ്. ഇപ്പോഴും സെല്ലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ സിഗ്നൽ ഇവിടെ കാണിക്കുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ് കിട്ടും. അതായത് നമ്മൾ എത്ര ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതിൽ ഏതെങ്കിലുമൊക്കെ സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് ഇതുപോലെ വരും. അതൊരു സൗണ്ട് എഫക്റ്റോടുകൂടി വരും. ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് എഴുതി വരും. ഏത് ഇപ്പം മൈൻഡ് ട്രീ ആണെങ്കിൽ മൈൻഡ് ട്രീയുടെ ആ പേര് കാണിക്കും, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പേരുടെ കൂടെ ഇത് എഴുതി വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ കൺഫേം ആണോ നോക്കണം. കൺഫർമേഷൻ നോക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ആരോ ഈ റെഡ് ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ, ഗ്രീൻ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ. ഇപ്പോൾ സെൽ സിഗ്നൽ വന്ന ശേഷം അത് സിഗ്നൽ സെല്ലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നോക്കി പ്രൈസ് ഇവിടെ സെൽ സോൺ എന്ന് എഴുതി കാണിക്കണം, പ്രൈസ് ഇൻ സെൽ സോൺ എന്ന് കാണിക്കണം. ആരോടെ താഴെ ഒരു ബാറിൽ ആ ബാറ് റെഡ് ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ ട്രേഡ് എടുക്കാം. അതായത് ഈ സിഗ്നൽ ഇപ്പോൾ ഇത് നോക്കി ഈ സെൽ സിഗ്നൽ ഇവിടെ വന്ന ശേഷം ആ ഒരു ബ്ലൂ സ്റ്റാറിൽ നമ്മുടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത ശേഷമാണ് ആ സിഗ്നൽ വന്നത്. അപ്പം ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് ആക്യുറസി കൂടുതൽ കിട്ടും. ഇപ്പോൾ ഇവിടെ സപ്പോർട്ടിനെ ബ്രേക്ക് നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ എൻട്രി ചെയ്യാം. ആ സെക്കൻഡ് ക്യാൻഡിൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ആ സിഗ്നൽ കൺഫേമും ആയിരുന്നു. അതായത് താഴത്ത് ബാറും ഉണ്ടായിരുന്നു, പ്രൈസും സെൽസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു കൺഫേം സിഗ്നൽ ആയിരുന്നു. അത് കാരണം തന്നെ നമുക്ക് 3 ടാർഗറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ കൺഫേമേഷൻ ചെക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതായത് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. മാനുവലി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആ സിഗ്നൽ കൺഫേം ആണെന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. കൺഫർമേഷൻ ഞാൻ പറഞ്ഞ പോലെ ആരോ വന്ന ശേഷം പ്രൈസ് ഇപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് സെല്ലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് സെൽസ് ഓൺ, ബാർ കൺഫർമേഷൻ റെഡ് ആയിരിക്കണം. അത് ബൈ ആണെന്നുണ്ടെങ്കിൽ താഴത്ത് ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ആ സമയത്ത് ബൈ സോൺ ആയിരിക്കണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്യുറസി കൂടുതൽ കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ നോക്കി ഈ കേസിൽ നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി ചെയ്തായിരുന്നു. ആ ടൈമിൽ അത് സപ്പോർട്ടിനെ കൂടെ ബ്രേക്ക് ചെയ്താണ് ആ ക്യാൻഡിൽ വന്നത്. അപ്പോൾ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആക്യുറസി കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് എല്ലാ സെഗ്മെന്റും ഫോളോ ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്ഷൻ ട്രേഡർ ആകാം, സ്റ്റോക്ക് ട്രേഡർ ആകാം, കമ്മോഡിറ്റീസിൽ, അതിൽ ഫോറക്സിൽ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് ഈ സെയിം സ്ട്രാറ്റജി നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കൂടെ കാണിക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാൽ നമുക്ക് മാർക്കറ്റ് ഒറ്റടിക്ക് മേളിൽ കയറിപ്പോയതാണ്. പക്ഷേ ഇതിനകത്ത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാത്താണ് നമ്മൾ ആ സിഗ്നൽ എടുക്കേണ്ടായിരുന്നത്. പിന്നെ സെല്ല് വന്ന ശേഷം ആ സമയത്ത് നമുക്ക് കൺഫേം അല്ലായിരുന്നു. ഇവിടുന്ന് നമ്മുടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കൺഫർമേഷൻ കിട്ടി. അപ്പോൾ ആ ലെവൽ നമുക്ക് എൻട്രി ചെയ്യായിരുന്നു. കാരണം ആ ടൈമിൽ നമുക്ക് ഈ സിഗ്നൽ വന്ന സമയത്ത് കൺഫേം അല്ലായിരുന്നതിൻ്റെ കാരണം സൈഡ് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു, താഴത്തെ ബാർ നമുക്ക് സപ്പോർട്ട് അല്ലായിരുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ഈ ബ്ലൂ ലൈനാണ് സപ്പോർട്ട് ലൈൻ. ആ സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത ശേഷം നമുക്ക് താഴത്ത് ബാറിൻ്റെ കൺഫർമേഷൻ വന്ന് പ്രൈസ് സെൽസോൺ വന്നപ്പോൾ അവിടെ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. അതായത് ഇവിടുത്തെ ഈ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് 41,305 ആണ്. അവിടുന്ന് മാർക്കറ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മാർക്കറ്റിൽ ഏത് റേറ്റാണ് ആ റേറ്റിനനുസരിച്ചുള്ള ഇൻ ദ മണിയിൽ നിയർ ബൈ ഇൻ ദ മണിയിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കാമായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് 41,169 സംതിങ് അറൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ 400 പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏത് ഓപ്ഷൻ ആണെങ്കിലും, ഇപ്പോൾ കോളാണെങ്കിൽ പുട്ടാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ്റെ ഡയറക്റ്റ് ചാർട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പം ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യാം, ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാം, കമ്മോഡിറ്റി ട്രേഡിംഗ് ചെയ്യാം, ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാം. ഇത് എല്ലാത്തിനും കൂടെ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുമ്പോൾ 80 to 90% ആണ്. അതായത് സിഗ്നൽ കൺഫേം ആണെന്നുണ്ടെങ്കിൽ 80 to 90% ആക്യുറസി നമുക്കിവിടെ
കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്ത് സൈഡ് ഇൻഡിക്കേഷൻ ആണെങ്കിൽ അത് കാണിക്കും. റീ എൻട്രി ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളുടെ ഫ്രഷ് ആയിട്ടൊരു എൻട്രി മിസ്സായത് റീ എൻട്രി ഓപ്ഷൻ കൂടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പം ഇപ്പം ഇത് ഞാൻ കാണിച്ചത് ലൈവിൽ തന്നെയാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും സോഫ്റ്റ്വെയർ ലൈവ് ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. വിളിക്കാൻ നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പോണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അവിടെ എൻ്റെ വാട്സാപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കിട്ടും. ക്ലിക്ക് ചെയ്യാൻ ഡയറക്റ്റ് ചാറ്റിൽ വരാം. ഈവൻ സാറ്റർഡേയും സൺഡേസും കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തരാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അത് ഇൻസ്റ്റാളും ചെയ്ത് തരും. ബാക്കി ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പറഞ്ഞു തരും. അല്ലാത്ത ആൾക്കാർക്ക് ഫുൾ നമ്മൾ ഓൺലൈൻ തന്നെ ഇത് ഇൻസ്റ്റാളും ചെയ്യും. ഓൺലൈൻ തന്നെ സപ്പോർട്ടും കൊടുക്കുന്നതാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓഫീസ് വരുന്ന എവിടെയാണെന്നറിയാം. എല്ലാ വീഡിയോസും നമ്മൾ പറയാറുള്ളതാണ്. ചേർത്തല, അതായത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഓഫീസ് വരും. അപ്പോൾ വരേണ്ട വരാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം. അല്ലാത്ത ആൾക്കാർക്ക് ഓൺലൈൻ തന്നെ എല്ലാം ചെയ്യാം. നമ്മൾ ഓൺലൈൻ ഡെമോ കാണാം. ബാക്കി സപ്പോർട്ടെല്ലാം ഓൺലൈൻ തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കോൾ ചെയ്യാം. ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.